വരണം. ഒരു MLA-യുടെ വീട്ടിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ, ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമോ? ഇല്ലല്ലോ. എന്നതുപോലെ ഇത് അള്ളാഹുവിന്റെ വീടാണ്. ഈ വീടിലേക്ക് വരുമ്പോൾ, ഈ വീട് കാണുമ്പോൾ തന്നെ, അള്ളാഹുവിന്റെ ഭവനങ്ങളെ കാണുമ്പോൾ തന്നെ ഇപ്പോ മറ്റ് മതസ്ഥരായ ആളുകൾക്കുള്ള ബഹുമാനം പോലും നമുക്ക് ഉണ്ടോ എന്ന് സംശയിക്കുകയും, അവര് നമ്മുടെ പള്ളിയുടെ അടുത്തൊക്കെ വന്നാൽ മറ്റ് സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ അവർ വഞ്ചിയിലൊക്കെ പൈസ ഇടുമ്പോൾ ചെരുപ്പൊക്കെ ഊരി ദൂരോട്ട് മാറ്റി വെച്ച് വളരെ ഭവ്യതയോടുകൂടി വഞ്ചിയിൽ കൊണ്ട് പൈസ കാണിക്കുകയും, നമ്മളാണെങ്കിലോ മുണ്ട് പൊക്കിക്കെട്ടിയിരിക്കുന്ന മുണ്ട് ഒന്ന് താഴ്ത്തി ഇടാൻ പോലും നമുക്കിന്ന് മടിയാണ്, നമ്മളത് ചെയ്യില്ല. പിന്നെ പൊക്കിക്കെട്ടിയിരിക്കുന്ന മുണ്ട് പള്ളിയിലെ ഉസ്താദോടെ നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പൊക്കിക്കെട്ടും. ഇവിടുത്തെ കാര്യമല്ല, പല സ്ഥലങ്ങളിലും അതിനൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പള്ളികൾക്ക് കൊടുക്കേണ്ട ബഹുമാനങ്ങൾ കൊടുക്കാതെ വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ നമുക്ക് തരാൻ തുടങ്ങി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പള്ളികൾ ഈ ഭവനങ്ങളിലേക്ക് വരുന്നതിന് തന്നെ കൂടി അള്ളാഹുവിന്റെ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നുണ്ട്. ഒരാള് രാവിലെയും വൈകുന്നേരവും പള്ളിയിലേക്ക് വന്നാൽ അവന് കിട്ടുന്ന കൂലി അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, രാവിലെയോ വൈകുന്നേരമോ ഒരാൾ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് കടന്നു വന്നാൽ രാവിലെയോ വൈകിട്ടോ പള്ളിയിലേക്ക് വന്ന ഒരാളുണ്ടെങ്കിൽ അല്ലാഹു അവന് വേണ്ടി സ്വർഗ്ഗത്തിൽ വിരുന്നൊരുക്കുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ സുബഹിക്ക് വരും, അല്ലെങ്കിൽ വൈകിട്ട് മഗ്‌രിബിനോ ഇശായ്ക്കോ പള്ളിയിലേക്ക് നടന്നു വരുമ്പോഴെല്ലാം അല്ലാഹു വലിയ വിരുന്ന് സ്വർഗ്ഗത്തിൽ അവന് വേണ്ടിയിട്ട് പണിഞ്ഞു വെക്കുകയാണ്, റെഡിയാക്കി വെക്കുകയാണ്. എന്തിനു വേണ്ടി? അല്ലാഹുവിന്റെ വീട്ടിൽ വിരുന്നുകാരനായവൻ വന്നല്ലോ, അടച്ചവന്റെ വീടാണല്ലോ. ഈ വീട്ടിലേക്ക് വന്ന ആളെ നിരാശനായി പോകാൻ പാടില്ല. അവന് വേണ്ടി അല്ലാഹു സ്വർഗ്ഗത്തിൽ വലിയ വിരുന്ന് അല്ലാഹു തയ്യാറാക്കി കൊടുക്കും. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പള്ളികൾ, ആ പള്ളികളിലേക്കുള്ള വരവും ഇബാദത്തുകളും അത് കേവലം ഒരു ചടങ്ങിന് വേണ്ടിയിട്ടുള്ള ഒന്നായിട്ട് നമ്മൾ മാറ്റിക്കളയരുത്. ഒരു ചടങ്ങ് എന്നുള്ള നിലയിൽ എല്ലാവരും പോകുന്നു, ഞാനും പോകുന്നു, അങ്ങനെയാകരുത്. അല്ലാഹുവിനോടുള്ള ആ ഒരു താല്പര്യം, ഇബാദത്തിനോടുള്ള ആ ഒരു മാധുര്യം, അതിനു വേണ്ടിയിട്ട് പള്ളിയിൽ പോകുന്നവരാണ് നമ്മൾ. അല്ലാതെ ചടങ്ങ് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നവരാകാൻ പാടില്ല. ജുമുഅയ്ക്ക് തന്നെ നിസ്കരിക്കാൻ വരാത്ത എത്രയോ സഹോദരങ്ങൾ നമ്മുടെയൊക്കെ നാടുകളിലും പരിസരങ്ങളിലും ഒക്കെ ഉണ്ട്, അല്ലേ? ജമാഅത്ത് നമസ്കാരത്തിന് വരുന്നവരിൽ തന്നെയും പല ആളുകളും മിക്കപ്പോഴും ജമാഅത്തിൽ തന്നെ പങ്കെടുക്കാൻ ഒരു വൈമനസ്യം കാണിച്ചുകൊണ്ടാണ് വരുന്നത്. ഇവിടെ അല്ല കേട്ടോ, പൊതുവെയുള്ള കാര്യം പറയുന്നത്. ഞാനിത് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പൊതുവിലുള്ള കാര്യം പറയുന്നത്. നിങ്ങൾ കാര്യം നിങ്ങളെ കുറിച്ചായിരിക്കും പറയുന്നത്, അങ്ങനെ ഞാൻ മൊത്തത്തിലാണ് പറയുന്നത്. അപ്പോൾ ജമാഅത്ത് നിസ്കാരത്തിന് തന്നെ വരാൻ താല്പര്യമില്ലാത്ത ആളുകളാണ് പല സ്ഥലങ്ങളിലും. ജമാഅത്ത് നമസ്കാരം മനഃപൂർവ്വം ഇങ്ങനെ പിന്തിച്ച് നിന്നിട്ട് ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇരിക്കുന്നവരുടെ പല സ്ഥലത്തും അതാവുമ്പോൾ പെട്ടെന്ന് പണി തീരുമല്ലോ. പോകുന്ന പോയി ഓടിച്ച് വിട്ട് കാര്യം കഴിഞ്ഞ് പെട്ടെന്ന് വരാൻ വേണ്ടി പോവാം. അതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്നവരുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. 27 ഇരട്ടി പ്രതിഫലമാണ് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതും ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. കൂലി പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ ഒരു 2 മിനിറ്റ് കൂടെ അധികമായിരുന്നാൽ എന്ത് ചെയ്യുക? ജമാഅത്തിൽ തന്നെ നമ്മൾ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ജുമയുടെ കാര്യം പറഞ്ഞാൽ അപ്പൊ നിങ്ങളോട് പറയേണ്ടുള്ള കാര്യമില്ല, നിങ്ങളൊക്കെ നേരത്തെ വരുന്ന ആളുകളാണ്. എന്നാലും നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്താ പറയേണ്ടത്? ഖുതുബയ്ക്ക് മുമ്പ് പള്ളിയിലെത്തണം. എന്തുകൊണ്ട്? ഖുതുബ 2 റക്അത്ത് ഫർളിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന. ളുഹർ 4 അല്ലേ? 4-ൽ 2 നമ്മൾ നിസ്കരിക്കുന്നുള്ളൂ. ബാക്കി 2 കിട്ടണമെങ്കിൽ 2 ഖുതുബ കിട്ടണം. ഈ 2 ഖുതുബയ്ക്ക് നേരത്തെ വന്ന് പള്ളിയുടെ വെളിയിൽ മൊബൈലിൽ കുത്തിക്കൊണ്ടിരുന്നാൽ കിട്ടൂല. പള്ളിയിൽ തന്നെ വരണം. പള്ളിയിൽ വന്ന ആ ഖുതുബയിൽ പങ്കെടുത്താൽ മാത്രമേ അവനത് കിട്ടൂ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാര്, നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ വീട്ടിലുള്ള മക്കളെ ഇവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. മക്കളെ, നിങ്ങൾക്ക് ഖുതുബ കിട്ടണമെന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ ജമാഅത്തിന് ജുമുഅയുടെ പൂർണ്ണമായ കുഴി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഖുതുബയിൽ കൂടി പങ്കെടുത്തേ പറ്റൂ എന്ന് പറയണം. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നിങ്ങളിത് കേൾക്കുന്നുണ്ടല്ലോ. പലപ്പോഴും പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഖുതുബ തീരാറാകുമ്പോൾ ഓടി വരുന്ന ആളുകളുണ്ട്. പലപ്പോഴും ചിന്തിച്ച് നിന്നിട്ട് വരുന്നവരാണ്. അള്ളാഹു അവർക്കെല്ലാം ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഭവനങ്ങളാണ് പള്ളികൾ. ഈ പള്ളികളെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ ഈ പള്ളികളെ കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ ഇതിനിടയിൽ എനിക്ക് 1-2 കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. അതില് പ്രധാനപ്പെട്ട ഒന്ന്, പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഇന്നിപ്പോ 28, നാളെ 29, പിറ 2-ാം മറ്റന്നാൾ പിന്നെ റജബ് 1-ആണ്. പിന്നെ അപ്പൊ റജബ് ശേഷം കഴിഞ്ഞാൽ പിന്നെ റമദാനായി. അപ്പൊ റമദാനാകുമ്പോൾ മിക്ക സ്ഥലങ്ങളിലും ആളുകൾ ഈ ചൂട് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി നിസ്കരിക്കാൻ, തറാവി നിസ്കരിക്കാനേ അതിന്റെ പേര് പറഞ്ഞ് പള്ളി കയറാതിരിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ആളുകൾ തറാവിക്ക് വല്ലാത്ത അസഹ്യമായ ചൂടുകൾ കൊണ്ട് ഇപ്പൊ മിക്ക സ്ഥലങ്ങളിലും AC ആയി. AC ഇല്ലാത്ത പള്ളികളൊന്നുമില്ല, എല്ലായിടവും ആയി. അപ്പോ അങ്ങനെ വന്നപ്പോ നമുക്കും ഈ റമദാന് മുന്നോടിയായിട്ട് ഇൻഷാ അല്ലാഹ് ഒന്ന് AC വെച്ചാൽ എന്താ എന്ന് ഒരാഗ്രഹമാണ്. നിങ്ങൾക്ക് AC വെക്കുന്നതോട് എല്ലാവർക്കും താല്പര്യമല്ലേ? അല്ലേ? നിങ്ങളെന്താ ഉണ്ടായിരിക്കുന്നത്? എല്ലാവർക്കും താല്പര്യമല്ലേ? അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാകട്ടെ. നമുക്ക് എല്ലാവർക്കും താല്പര്യമാണ്. അപ്പൊ കാരണം എന്ന് വെച്ചാല് നമുക്ക് നല്ല ഒരു ഭവ്യതയോടുകൂടി, ഒരു ഖുശൂഅോടുകൂടി ഇബാദത്ത് ചെയ്യണമെങ്കിൽ AC ഉണ്ടെന്നുണ്ടെങ്കിൽ, AC എന്ന് പറഞ്ഞാൽ നമ്മളെ വല്ലാതെ കുളിർമേടിക്കാനുള്ള അല്ല, അതുണ്ടെങ്കിലേ ഇപ്പം പറ്റും. കാരണം ആ രീതിക്ക് നല്ല വിയർപ്പാണ്, എല്ലാവരും വിയർക്കും. പിന്നെ ആ വിയർപ്പിന്റെ ദുർഗന്ധവും മറ്റുമൊക്കെ ആയിട്ട് നിന്ന് നിസ്കരിക്കരുത്. നമ്മൾ നല്ല റാഹത്തായിട്ട് AC ഇട്ട് കഴിഞ്ഞാൽ നല്ല റാഹത്തായിട്ട് നിന്ന് നിസ്കരിക്കാം. മറ്റു ശ്രദ്ധകളോ ഒന്നും ഉണ്ടാവില്ല. മറ്റേത് ഫാനാണെങ്കിൽ പ്രശ്നം, അത് പ്രശ്നം, കൊതുകടിക്കുന്ന അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതാവുമ്പോൾ നമുക്ക് നല്ല റാഹത്തായിട്ട് നിന്ന് നിസ്കരിക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമുക്ക് ഈ പള്ളിയിൽ ഒന്ന് AC വെക്കണമെന്നുള്ളൊരു അതിയായ ആഗ്രഹമാണ് മനസ്സിന്റെ ഉള്ളിലുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും കൂടെ കാണൂലേ? ഇൻഷാ അല്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. ആർക്കും ഒരു വിഷാറില്ലല്ലോ AC കാര്യം. നിങ്ങൾ ഇന്ന് പൈസ തരണ്ട, ഇന്നൊന്നും ഞാൻ ചോദിക്കൂല. നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് മക്കളെടുത്ത് വിളിച്ച് പറയണം. ഗൾഫിക്കുന്ന മക്കള്, ജോലി ചെയ്യുന്ന മക്കള്, അവരുടെ അടുത്തൊക്കെ പറയണം. പറഞ്ഞിട്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്, എന്നാലേ നമ്മുടെ കുടുംബത്തിൽ ഇത്ര പേര് ചേർന്നത് ഒരു AC. അല്ലെ മക്കളെ, നിങ്ങൾ 5 മക്കളുണ്ട്, 3 മക്കളുണ്ട്, നിങ്ങളെല്ലാവരും, നിങ്ങൾ 3 പേരും കൂടെ ചേർന്ന് ഒരു AC മേടിച്ചത് നമ്മുടെ പള്ളിയിൽ കൊടുക്കും. അങ്ങനെ വീട്ടിൽ ചെന്ന് നിങ്ങൾ പറയണം. ഭാര്യമാരോടൊക്കെ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ചിലപ്പോൾ വീട്ടിൽ ചെന്ന് പറയുമ്പോൾ ഭാര്യമാരെ ചിലപ്പോൾ പറയാൻ വേണ്ടപ്പോൾ കൊടുക്കുകയെന്ന് വേണ്ടെന്ന് പറയും. അത് കേൾക്കട്ടെ, ആ വാക്കുകൾ കേൾക്കരുത്. നിങ്ങളല്ലാതെ നല്ല വാക്ക് കേട്ടിട്ട് തിരിച്ചു വന്നിട്ട് പിന്നീട് പറഞ്ഞാൽ മതി. അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി പണിഞ്ഞാൽ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു പള്ളി പണിഞ്ഞാൽ, ഒരു പള്ളിക്ക് വേണ്ടുന്ന വിശാലത ചെയ്തു കൊടുത്താൽ, ഒരു പള്ളിക്ക് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തി കൊടുത്താൽ, അല്ലാഹു ലഹു ഫീ ജന്നതി ബൈതാ, അല്ലാഹു പറയും, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹു ലഹു ഫീ ജന്നതി മിസ്ലാ, ഇവിടെ അവൻ എന്താണോ പണിഞ്ഞു കൊടുത്തത് അതുപോലെ ഒരെണ്ണം അല്ലാഹു അവിടെ പണിഞ്ഞു കൊടുക്കും. ഞാൻ പറയുന്നതാണെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. ഇത് പറഞ്ഞത് പറഞ്ഞതാണ്. ആരെങ്കിലും അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്താൽ, ഒരു പള്ളി വെച്ചാൽ, അല്ലാഹു ഈ പള്ളി ഇതുപോലെയാക്കാൻ വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും സ്ഥലം കൊടുത്തവരൊക്കെ അല്ലാഹു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. എല്ലാവരും അവക്കലേക്ക് കാര്യമായ സംഭാവനകൾ ചെയ്യും. അല്ലാഹു കബൂലാക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങളെല്ലാം അല്ലാഹു മാറ്റട്ടെ. രോഗങ്ങൾക്കെല്ലാം അല്ലാഹു ശിഫാഅ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു മുഅ്മിനായ മനുഷ്യന് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള സൗകര്യമായിട്ട് ഒരു AC നമ്മുടെ പള്ളിയിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അവന് മറ്റ് ചിന്തകളൊന്നുമില്ലാതെ നല്ല സ്വസ്ഥമായി ഇബാദത്ത് ചെയ്യാൻ കഴിയും. ആ ഇബാദത്ത് ചെയ്യുമ്പോൾ അവന് കിട്ടുന്ന ആ ഒരു മനസ്സംതൃപ്തി കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവാണ്. അല്ലാഹു നാളെ അവന്റെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോ അവിടെ അല്ലാഹു സ്വർഗ്ഗത്തിൽ
ഉന്നതമായ ഇതുപോലെയുള്ള സ്ഥാനം ഇവന് അല്ലാഹു കൊടുക്കും. കാരണം അല്ലാഹുവിന്റെ പള്ളി ഒന്ന് മനോഹരമാക്കിയവൻ, വിശ്വാസികൾക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെ തയ്യാറാക്കി തന്നവൻ, അല്ലാഹു വെറുതെ വിടൂല. അല്ലാഹു വലിയ പ്രതിഫലം കൊടുക്കും. അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളൊക്കെ വീട്ടിലേക്ക് ചെന്നിട്ട് ഇൻഷാ അല്ലാഹ് മക്കളുമായിട്ടും അല്ലെങ്കിൽ ജ്യേഷ്ഠ അനുജന്മാരും ഒക്കെ ആയിട്ട് തമ്മിൽ ചർച്ച ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് ഈ ഒരു വിഷയത്തിൽ എന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോയി ആത്മാർത്ഥമായിട്ട് ചർച്ച ചെയ്തിട്ട് വരുന്ന ആഴ്ചകളിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ആരെല്ലാം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ അവർക്കെല്ലാം അല്ലാഹു അർഹമായ പ്രതിഫലം ഈ ലോകത്ത് കൊടുക്കുമാറാകട്ടെ. പിന്നെ നമ്മുടെ മരണപ്പെട്ടു പോയ വാപ്പമാർ, ഉമ്മമാർ ഖബറിൽ കഴിയുന്നുണ്ട്. നമുക്കിന്ന് കാണുന്ന പ്രൗഢിയും പ്രതാപവും സാമ്പത്തിക അഭിവൃദ്ധിയും എല്ലാം നമുക്കുണ്ടാക്കി തന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെന്ന് 6 അടി മണ്ണിന്റെ ഉള്ളിലാണ്. അവർ കൊണ്ട വെയിലുകളാണെന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ തണലും, ആ തണല് നമുക്ക് തന്ന പ്രിയപ്പെട്ടവർ 6 അടി മണ്ണിന്റെ ഉള്ളിൽ ഒരു വെളിച്ചം പോലുമില്ലാതെ ആ ഇരുകിടന്ന് മണ്ണിന്റെ ഉള്ളിൽ കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവർ എനിക്ക് ഈ ദുനിയാവിന്റെ പുറത്ത് ബാക്കി വെച്ചിട്ട് പോയ വസ്തുവിൽ നിന്നും ഒന്ന് ഞാനിതാ അല്ലാഹുവിന്റെ പള്ളിക്ക് കൊടുക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരുടെ ഖബറിടത്തിൽ ഇതിൻ്റെതായ ഒരു സന്തോഷം അല്ലാഹുവിന്റെ പള്ളിയിൽ ഞാൻ എന്താണോ കൊടുത്തിരിക്കുന്നത് ആ ഒരു സന്തോഷം റഹ്മാനായ തമ്പുരാനെ എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ, എന്റെ ബാപ്പയുടെ, എന്റെ മകന്റെ ഖബറിടത്തിലേക്ക് നീ കൊടുക്കണമെന്ന് നീയത്താക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ചെയ്യുന്ന അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇനി പറയാൻ മറ്റൊരു വിഷയം കൂടിയുണ്ട്. നമ്മള് മറ്റ് മതസ്ഥരോട് നല്ല സ്നേഹത്തോടു കൂടി നമ്മൾ സഹകരിക്കണം, സഹവസിക്കണം, ഇടപെടണം. അവരുമായിട്ടുള്ള ഇടപാടുകൾ, സഹകരണങ്ങൾ എല്ലാം